ചിന്തിയ യേശുവിന്റെ രക്തം സകല രോഗങ്ങളെയും പാപങ്ങളെയും ഇല്ലാതാക്കുകയാണ്. ഹാർട്ട് സംബന്ധമായിട്ട് പ്രശ്നമുള്ളവരുണ്ട്, നടുവേദന ഉള്ളവരുണ്ട്, നട്ടെല്ല് വേദനയുള്ളവരുണ്ട്, തലവേദന, കാൽമുട്ട് വേദന, ശരീരത്താകമാനം ഉണ്ടാകുന്ന വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയുള്ളവര് ഈ വേദനകളെല്ലാം ഭാവനെ കണ്ടുകൊണ്ട് ഈശോയുടെ തിരക്തം ശരീരത്തിലൂടെ ഒഴുകുന്നതായിട്ട് ഭാവനെ കാണുകയാണ്. ഇപ്പോൾ പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. പരിശുദ്ധാമ്മയുടെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ് ഈ സമൂഹത്തെ. പരിശുദ്ധാമ്മയുടെ നീല അങ്കി ഈ സമൂഹത്തെ പൊതിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഈ സമൂഹത്തെ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. പല രോഗങ്ങൾ ഇപ്പോൾ വിട്ടുമാറുകയാണ്. പല ബന്ധങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു മാറുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഈ സമൂഹത്തിൽ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. രണ്ട് കരങ്ങളെ പോലെ കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് വെക്കണം. മനസാക്ഷിയോടുകൂടി ദൈവത്തോട് പറയാം, ദൈവമേ, ഇത്രയും കാലം നിന്നെ എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലായിരിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഈശോയെ, ആത്മാക്കളെ രക്ഷിക്കാനായിട്ടാണ് നീ എന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നതെന്ന് ഞാനിപ്പോഴറിയുന്നു. ഈശോയെ, ഒരു ദിവസം ഒരാത്മാവിനെയെങ്കിലും രക്ഷിക്കാനായിട്ടുള്ള തീരുമാനം ഞാൻ എടുക്കുകയാണ്. കർത്താവേ, ഒരാത്മാവിനെങ്കിലും മോചിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറാകും. എന്നേക്കാൾ വേദന അനുഭവിക്കുന്നവര്, എന്നേക്കാൾ ത്യാഗത്തിലായിരിക്കുന്നവര്, പട്ടിണി ദുരിതത്തിലായിരിക്കുന്ന അനേക ആയിരങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞ്, നിന്നേക്കാൾ എളിയവരവന് ചെയ്യുന്നതല്ല എനിക്ക് തന്നെയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 31 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടത്. എന്നാൽ ഇന്നു മുതൽ തീരുമാനം എടുക്കുകയാണ്, കർത്താവേ, ഒരാത്മാവിനെങ്കിലും നേടുക എന്നുള്ളതാണ് എന്റെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഈ ഭൂമിയിൽ എന്തെല്ലാം കെട്ടിപ്പളച്ചു വെച്ചാലും, എന്തെല്ലാം കാര്യങ്ങൾ കെട്ടി ഉയർത്തിയാലും, അതെല്ലാം ഒരു ഭൂചലനമോ കാറ്റോ വരുമ്പോൾ അതെല്ലാം മണ്ണ് പോലെ ഇടിഞ്ഞു വീഴും. ഒരിക്കലും വീഴാത്തതായ ആത്മാവിനെ ഞാൻ ഇന്ന് വരെ കണ്ടില്ല. അനേകം ആത്മാവാണല്ലോ കർത്താവേ ആ മൺകൂനയുടെ അടിയിൽപ്പെട്ടു പോകുന്നത്. ദൈവമേ, നിന്നെ കൊടുക്കേണ്ടതിന് പകരം ലോകത്തെ കൊടുത്ത് ലോകത്തിൻ്റെതായ അറിവ് നേടി ലോകത്തിൻ്റെതായ നൈമിഷ്യ സുഖങ്ങളുടെ പിന്നാലെ പോയി ഒരുപാട് തകർച്ചകളിലേക്കാണ് എന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഈശോയുടെ രണ്ടാം വരവിന് എന്താണ് കൊടുക്കാനുള്ളത്? ഈശോയുടെ രണ്ടാം വരവിന് എന്ത് കൊടുക്കും? ആത്മാക്കളെ നേടിയിട്ടാണ് അവിടുന്ന് പോയിരിക്കുന്നത്. അവസാനത്തുള്ള രക്തം വരെയും ചിന്തിയിട്ടാണ് അവിടുന്ന് പോയിരിക്കുന്നത്. അതിനുത്തരം കൊടുത്തേ പറ്റൂ, അതിനുത്തരം പറഞ്ഞേ പറ്റൂ. ഈശോയുടെ മരണത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞേ ഒക്കൂ. പിശാചിന് ഇന്ന് അടിമപ്പെട്ടിരിക്കുന്ന മക്കള്, ദൈവമേ, അവിടുന്ന് വരുമ്പോൾ എന്താണ് കൊടുക്കാനുള്ളത്? എത്ര പേരെയാണ് ഞാൻ നേടിയത് ഈശോയെ? നിനക്ക് വേണ്ടി ഞാൻ എത്ര ആത്മാക്കളെ നേടി? എത്ര പേരെയാണ് ഞാൻ മാറ്റത്തിലേക്ക് കൊണ്ടുവന്നത്? ഗലാത്യ 6:15. ഒരു പുതിയ സൃഷ്ടിയാകുക, അതാണ് പരമപ്രധാനം. അതിലൂടെ മാത്രമേ നിനക്ക് മാറ്റമുള്ളൂ. അപ്പോസ്തലപ്രവർത്തനം 4:13 പത്രോസ് 1 മണിക്കൂർ പ്രസംഗിച്ചപ്പോഴ് 3000-ൽ പരം ജനങ്ങൾ മാനസാന്തരത്തിലേക്ക് വന്നു. കർത്താവേ, ഒരാളിനെങ്കിലും ഒരു ദിവസം മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ എന്നെ അനുവദിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
എന്നെ ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 നമുക്ക് ഇപ്പോഴേ ഇറ്റലിയിലും റോമിലും ലണ്ടനിലും അമേരിക്കയിലും ജർമ്മനിലും ഒക്കെ നമ്മളോട് കൂടെ കൂട്ടായ്മയിലായിരിക്കുന്നവരുണ്ട്. ബോംബെ, പൂന, മദ്രാസ്, കർണാടക, ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം കൂട്ടായ്മയുണ്ട്. അവരെ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈ കൂട്ടായ്മയിൽ വന്നേച്ച് പോയി അവരവിടെ കൂട്ടായ്മ തുടങ്ങിയതാണ്. മാതാവിന്റെ സാന്നിധ്യത്തില് അതീവ ശക്തി പ്രാപിക്കുകയാണ് അതൊക്കെ. നമുക്ക് അവരെല്ലാവരെയും, എല്ലാ അച്ഛന്മാരെ സിസ്റ്റേഴ്സിനെയും പിതാവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ. കാരണം ഒരേ ഇടവക പള്ളിയിലേക്ക്, ഒരിടവകയിലേക്ക് അവരെ പിതാവായ ദൈവം അയക്കുന്നത് വളരെ വിശ്വാസത്തോടു കൂടിയാണ്. അനേകം ആത്മാക്കളെ രക്ഷിക്കാനായിട്ടാണ്. ആ ഇടവകയിലുള്ള ആടുകളെ രക്ഷിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാനായിട്ടാണ് വിശ്വസിച്ച് അവരെ ഏൽപ്പിക്കുന്നത്. പക്ഷെ അതിന്റെ തിരിച്ചറിവ് അവർക്കില്ലാതെ ശത്രുതയും വെറുപ്പും വൈരാഗ്യവും മാനുഷിക ലോകത്തിൽ അടിമപ്പെട്ടുകൊണ്ട്, ഭൗതിക ലോകത്തിന് അടിമപ്പെട്ടുകൊണ്ട് ആ രീതിയിലേക്കൊക്കെ ആയിപ്പോകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. യേശുവേ 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 ഇവിടെ മഴ പെയ്യുന്ന പോലെയാണ് രോഗശാന്തി വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുന്ന പോലെയാണ് വിടുതലുകൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്നത്. ജോലിയില്ലാത്തവർക്ക് ജോലി, വിവാഹം തടസ്സമുള്ളവരുടെ വിവാഹം നടക്കാൻ കൃപ തരുന്നു. ശ്വാസം മുട്ടിലെടുത്ത് മാറ്റുന്ന കർത്താവ്, തലവേദന, നടുവേദന, ശരീരത്തെ മൊത്തമുള്ള വേദന, ഭയം കർത്താവ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഒരുപാട് പേരുടെ. എല്ലാ അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കുകയാണ് ഈശോ. വലിയ അത്ഭുതം സംഭവിക്കുകയാണ് ഇപ്പോഴെ ഭാഷാവരത്തിന്റെ കൃപ ഈ സമൂഹത്തിൽ പല മക്കൾക്കും വരികയാണ് ഇപ്പോഴ്. ഇയാൾ ഭാഷാവരം നേരത്തെ ഇല്ലായിരുന്നു. ഇപ്പോഴ് ഭാഷാവരം കിട്ടിയിട്ടുള്ളവരെന്ന് കരങ്ങളേർത്തുക. സ്തുതിക്കുമ്പോൾ വേറെ ഭാഷകളിൽ ഇങ്ങനെ നാവ് വഴുതി പോകുന്ന രീതിയിൽ സംഭവിക്കുകയായിരുന്നു. വേറെ ഏതൊക്കെയോ വാക്കുകൾ വരികയായിരുന്നു. അങ്ങനെ അതിനിപ്പോൾ ഉള്ളവർ കരങ്ങളേർത്തുക. ഭാഷാവരത്തിന്റെ കൃപ ഇപ്പോഴ് ഒരുപാട് പേർക്ക് ഈ സമൂഹത്തിൽ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ഇപ്പം മാതാവ് പറയുന്ന കാര്യം ഇതാണ്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഇന്നിവിടെ വന്നിരിക്കുന്ന സിസ്റ്റേഴ്സ് മക്കള് രണ്ടുപേര്. കാരണം അവർ തമ്മിലുള്ള ഐക്യം എത്ര വലുതാണോ ഐക്യത്തിന്റെ അടയാളമാണ് ഇവിടെ മാതാവ് തരുന്നത്. കാരണം ഞാനിവിടെ പറഞ്ഞില്ല, പരിശുദ്ധ അമ്മയുടെ പ്രതീകമാണ് അവര്. അമ്മ നമ്മളുടെ കൂടെ ഇപ്പോഴിവിടെ ഉണ്ട്. വലിയ അനുഗ്രഹമാണ് ഇപ്പോഴിവിടെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു വ്യക്തി ഇപ്പോൾ ഉരുണ്ട് താഴെ വീടാനായിട്ട് ഒരുങ്ങുന്നുണ്ട്.
അങ്ങനെ വീഴാനായിട്ട് പോകുന്ന വ്യക്തി ആരായിരുന്നാലും ഇരുന്നു കൊള്ളുക. തല കറങ്ങുന്ന പോലെ തോന്നുകയും മൊത്തം കറങ്ങുന്ന പോലുള്ള അവസ്ഥ തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തി ഇരിക്കുക. വലിയ സഭ അർഹന്മാരാക്കിയിരിക്കുക. വേറൊരു കാര്യം നിങ്ങളുടെ പറയാനുള്ളത് ഇരിക്കുക. വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ഏത് അനുഗ്രഹം ദൈവം തന്നാലും അത് സാക്ഷ്യപ്പെടുത്താനായിട്ട് മടിക്കരുത്. ഇവിടെ കണ്ട് 4-5 വീട്ടുകാർക്ക് വഴിയില്ലായിരുന്നു, വഴി കർത്താവ് തന്നു. അത് 2 ഭവനങ്ങള് നിങ്ങളുടെ ഭവന സന്ദർശനത്തിന് പോയപ്പോഴായിരുന്നു വഴിയില്ലാതിരുന്നവർക്ക് വഴി കർത്താവ് കൊടുത്തത്. ഈ വഴി കിട്ടിയിട്ടുള്ള ഒരാൾക്കാർ പോലും ഇന്ന് വരെ ഉപകാരസ്ഥനെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് വന്നിരിക്കുന്ന നമ്മുടെ വഴി മുടങ്ങി. ആ കറ്റാണത്തുള്ള വഴി മുടക്കമായി, ആ വഴി തടഞ്ഞു. ഇപ്പൊ വല്ലവരുടെയും വീട്ടിലാണ് വണ്ടി കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. അപ്പോഴ് ഈ വഴി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ളവരായിരുന്നു ഉണ്ടെങ്കിൽ അവർ വന്ന് ഉപകാരത്തിന് പറയുക. ഇപ്പം ഡയബറ്റീസുകാരെന്ന് കരയിൽ നിർത്തിയ ഡയബറ്റീസുകാർ ഡയബറ്റീസ് വന്നാലും ഏത് രോഗം വന്നാലും എന്തോ ഉള്ളത് മരണം, ചാകാനും ഉറപ്പാണ് ഇല്ലേ? എന്നാ ഡയബറ്റീസ് വന്നത് അന്നെങ്കിൽ ചത്താൽ അതിന്റെ കർത്താവ് തരുന്നില്ലേ ഇതില്. ദൈവം മധുരമായിരിക്കുന്നതുകൊണ്ട് മധുരം തന്നെ. ഇതുവരെയും കയ്പ് മുട്ടായി ആരും ഇതുവരെ കണ്ടുപിടിച്ചില്ല, പാവയ്ക്ക മുട്ടായി. അതുകൊണ്ട് ആ ലഡ്ഡുവും കേക്കും ഇന്ന് മൊത്തം മധുരമാണ്. അപ്പൊ ദൈവം സന്തോഷമായതുകൊണ്ട് മധുരം സന്തോഷത്തിന്റെ പ്രതീകമാണ്. ഇവിടെ കുറെ ബർത്ത്ഡേക്കാരും വേറെ ഏതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഈ ബ്രെഡ് ഇതെല്ലാം കേക്കും ഒക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരാത്ത ആൾക്കാരുടെ പേരെന്ന് വായിക്കുക. ആ കഴിഞ്ഞ ആഴ്ച